കെ മുരളീധരൻ KP കുഞ്ഞിക്കണ്ണന്റെ വീട് സന്ദർശിച്ചു. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ്, NCC റോഡ്, പയ്യന്നൂർ. സ്ഥാനമോഹങ്ങളില്ലാതെ നിസ്വാർത്ഥമായി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുകയായിരുന്നു KP കുഞ്ഞിക്കണ്ണനെന്ന് കെ മുരളീധരൻ അനുസ്മരിച്ചു. അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ KP കുഞ്ഞിക്കണ്ണന്റെ പയ്യന്നൂർ കാർമലിലെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ നിര്യാണം പാർട്ടിക്കും വ്യക്തിപരമായി എനിക്കുണ്ടായൊരു തീരാ നഷ്ടമാണ്. ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന സന്ദർഭത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അന്ന് പാർട്ടി നടത്തിയ എല്ലാ പരിപാടികളുടെയും ചുക്കാൻ പിടിച്ച അദ്ദേഹമായിരുന്നു. ഇന്നത്തെ KPC ഓഫീസിൻ്റെ നിർമ്മാണത്തിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച അദ്ദേഹമാണ്. അതിൻ്റെ ധനശേഖരണാർത്ഥം ഞങ്ങൾ അന്ന് നടത്തിയ നവചേതന യാത്ര, മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നടത്തിയ യാത്രയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന കുഞ്ഞിക്കണ്ണനായിരുന്നു. സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞതിന് ശേഷവും സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സജീവമായി പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം മലബാർ പ്രദേശത്തിന് മാത്രമല്ല കേരളത്തിൽ മൊത്തം പാർട്ടിക്കൊരു നഷ്ടമാണ്. വിശേഷിച്ച് ഒരു തെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലഘട്ടം വരുമ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ അഭാവം ശരിക്കും പാർട്ടിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹം മരണം ഒട്ടും പ്രതീക്ഷയല്ല. മരിക്കുന്നവരെ ചെറുകൂടി തന്നെയാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ആ നിര്യാണം തീർച്ചയായും ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്. തീർച്ചയായും, കാരണം അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് വർഷങ്ങളായി. പക്ഷേ ഈ സന്ദർഭങ്ങളെല്ലാം അദ്ദേഹം സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഈ അടുത്ത കെ കരുണാകരൻ ഫൗണ്ടേഷൻ്റെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന കെട്ടിട സമുച്ചയത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ട്രഷറർ സ്ഥാനം ഈ അടുത്ത കാലത്താണ് ഏറ്റെടുത്തത്. അത് ഏറ്റെടുത്തതിന് ശേഷം തിരുവനന്തപുരത്ത് കൂടുതൽ സമയം ചെലവഴിക്കാമെന്നും അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് വരെ സജീവ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. സാധാരണക്കാരുമായിട്ട് അടുത്ത് ഇടപഴകിയതുകൊണ്ട് സ്ഥാനങ്ങളില്ലെങ്കിലും അദ്ദേഹം സജീവമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ തന്നെ അദ്ദേഹം നിറഞ്ഞു വന്നിരുന്നു. മുരളീധരൻ്റെ പിതാവ് കെ കരുണാകരനുമായും ഇന്ദിരാഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തിയ വ്യക്തിത്വമായിരുന്നു കുഞ്ഞിക്കണ്ണൻ്റേത്. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, വെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ്, ഉണ്ണികൃഷ്ണൻ രാമന്തളി, KV ഭാസ്കരൻ, KM ശ്രീധരൻ, N ഗംഗാധരൻ, പ്രകാശ് ബാബു തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കുഞ്ഞിക്കണ്ണൻ്റെ ഭാര്യ K സുശീല ടീച്ചർ, മക്കളായ തിലകൻ, തുളസി എന്നിവരുമായും ഏറെ നേരം ചിലവിട്ട മുരളീധരൻ വിശ്രമ ജീവിതം നയിക്കുന്ന അന്നൂരിലെ പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകൻ EK പൊതുവാളെയും സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ. പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ്, പയ്യന്നൂർ. നഴ്സിംഗ് അസിസ്റ്റന്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ്, എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 100% ജോലി സാധ്യത ഉറപ്പു നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ്, NCC റോഡ്, പയ്യന്നൂർ. ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു.